പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മണ്ണാർക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി. കേരളത്തിലെ ഇടതുപക്ഷമല്ലാതായെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആയിരങ്ങളാണ് പുതുയുഗയാത്രാ സ്വീകരണത്തിൽ പങ്കെടുത്തത്. ആശുപത്രിപ്പടി ജംഗ്ഷനിൽ നിന്ന് വാദ്യമേള കമ്പനിയോടെ തുറന്ന വാഹനത്തിലാണ് നേതാക്കളെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചത്. ആവേശഭരിതരായ പ്രവർത്തകർ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ചുമലിലേറ്റിയാണ് വേദിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് സ്വീകരണ സമ്മേളനം ആരംഭിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അവസരം ഇടതുപക്ഷം ഇല്ലാതാക്കിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. യുവതലമുറ പഠനത്തിനു വേണ്ടി കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. വൈസ് ചാൻസലർമാരോട് പോലും വഴക്കടിക്കുന്ന ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. പിണറായി വിജയന്റെ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഭരണത്തിന് അറുതി വരുത്താൻ എല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിയെ സഹായിക്കണമെന്നും ഇ.ടി. പറഞ്ഞു. ഒറ്റ വാക്കിൽ ഒരു ലേഖനമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. വി. എസ്. അച്യുതാനന്ദന്റെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉച്ചതോഴനായി, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി കൂടെ കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിന്റെ രോദനം ഇത് മാത്രമാണോ? എത്ര പേരാണ് വിപരീതമായി ഇടതുപക്ഷത്തെ പറ്റി സംസാരിക്കുന്നത്? സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ചിന്തകന്മാർ, ഇടത്തരക്കാർ, എല്ലാവരും അവർക്കിഷ്ടമില്ലാത്ത മുഴുവനും ആളുകൾ ഇന്ന് ചിന്തിക്കുന്ന എന്താണ്? ഈ മാറ്റത്തിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ, ഈ മാറ്റം സജീവമാക്കിയിട്ടില്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ കുറ്റവാളികളാകും എന്ന് തോന്നലാണ് ഈ പുതിയ പ്രവാഹത്തിന്റെ അടിസ്ഥാന കാരണം. കേരളത്തിലെ മതസൗഹാർദ്ദത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ കലയിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ നാട്ടിൽ ഇത്തരക്കാരുണ്ടല്ലോ എന്ന കാര്യം ആലോചിച്ച് ലജ്ജിക്കുന്ന ഒരു പശ്ചാത്തലത്തേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നയങ്ങളാണ്. ഇത് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പുരോഗതിയുടെ കാര്യമാകട്ടെ, വികസനത്തിന്റെ കാര്യമാകട്ടെ, ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDF ഒരു കാലമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ശ്രീ A. K. ആന്റണിയുടെ കൂടെയും വന്ധ്യനായ ശ്രീ K. കരുണാകരന്റെ കൂടെയും വർക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു ജനപ്രതിയാണ് ഞാൻ. എത്രയോ കാര്യങ്ങൾ ഇവിടെ നടന്നു. കേന്ദ്ര ഗവൺമെന്റുമായി നല്ല വിധത്തിൽ പ്രവർത്തിക്കുന്ന കാലം വന്ന് കോൺഗ്രസ് അധികാരത്തിലായിരുന്നു. കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിൽ. ഈ പറഞ്ഞ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് വസന്തകാലമായി. എത്ര സ്ഥാപനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആ സ്ഥാപനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നു. ഈ കേരളം ഇന്ന് കാണുന്ന അത്ഭുതകരമായ മാറ്റത്തിന്റെ ശില്പികൾ UDF നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരുമായിരുന്നു. ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ അധ്യക്ഷത വഹിച്ചു. N. ഷംസുദ്ദീൻ MLA, കളത്തിൽ അബ്ദുള്ള, N.K. പ്രേമചന്ദ്രൻ, C. മുഹമ്മദ് ബഷീർ, P. അഹമ്മദ് അഷ്റഫ്, സന്ദീപ് വാര്യർ, PR സുരേഷ്, PC ബേബി, P. ഹരിഗോവിന്ദൻ, അസീസ് ഭീമനാട്, അബൂബക്കർ കല്ലടി, K. ബാലകൃഷ്ണൻ, MR സത്യൻ, ഷിബു സിരിയക്, PM ഹനീഫ, ഹുസൈൻ കോളശ്ശേരി, സക്കീർ തയ്യൽ എന്നിവർ പ്രസംഗിച്ചു. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.